ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഇത് ഡോക്ടർ സലിം അലി എന്ന് പറഞ്ഞ പക്ഷി നിരീക്ഷകന്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് നേരെ വായിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. Some of us spent hours on end in the forest to catch a glimpse of an exotic bird or animal. നമ്മളിൽ പലരും ഒരു അപൂർവമായിട്ടുള്ള എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള ആനിമൽസിനെയോ ബേർഡ്സിനെയോ ഒരു നോട്ടം കാണാനായിട്ട്, ഒരു ഗ്ലിംസ് കിട്ടാനായിട്ട് കുറേ സമയം ഫോറസ്റ്റിൽ സ്പെൻഡ് ചെയ്തവരായിരിക്കും. ഡു യു എൻഗേജ് ഇൻ ബേർഡ് വാച്ചിങ് ഓർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? നിങ്ങൾ പക്ഷി നിരീക്ഷണമോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാറുണ്ടോ? Have you identified the species of animals or birds that have chosen your locality as their habitat? നമ്മളുടെ സ്ഥലം ആവാസ വ്യവസ്ഥയായിട്ട് തിരഞ്ഞെടുത്ത പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ സ്പീഷീസിനെ പറ്റി നമുക്ക് അറിയുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. Here is an excerpt from The Fall of a Sparrow by Salim Ali, who is known as the Birdman of India. അപ്പോൾ ഇന്ത്യയുടെ ബേർഡ്മാൻ എന്നറിയപ്പെടുന്ന സലിം അലിയുടെ ദ ഫോൾ ഓഫ് എ സ്പാരോ എന്ന വർക്കിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിന്റെ പേര് ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്നാണ്. ട്രിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പക്ഷിയുടെ ശബ്ദം എന്നാണ് അർത്ഥം. ത്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നല്ല ത്രിൽഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ആഹ്ലാദത്തിലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ്ങിലെ സന്തോഷത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം. One of the standard questions to me is about the thrilling adventures in a lifetime of exploring for birds. പക്ഷി നിരീക്ഷണത്തിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ നേരിടുന്ന സാഹസങ്ങളെ പറ്റിയാണ്, ത്രില്ലിംഗ് അഡ്വഞ്ചേഴ്സിനെ പറ്റിയാണ്. മൈ ആൻസർ മസ്റ്റ് സീം ഡിസപ്പോയിന്റിംഗ്. പക്ഷേ എൻ്റെ ഉത്തരം നിരാശപ്പെടുത്തുന്നതാണ്. Ornithology as a hobby or profession, though full of adventures, rewards and disappointments, is usually one of the most peaceful of pursuits. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷിശാസ്ത്രം എന്നാണ് അർത്ഥം. പക്ഷിശാസ്ത്രം നമ്മളൊരു ഹോബി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ടോ ഒരു ജോലിയായിട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അഡ്വഞ്ചേഴ്സ് ഉണ്ട്, സാഹസമുണ്ട്, റിവാർഡ്സ് ഉണ്ട്, പ്രതിഫലം നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ട്, കുറേ നിരാശകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഓവറോൾ ഇതൊരു പീസ്ഫുൾ പ്രൊഫഷനാണ്, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ജോലിയാണ് പക്ഷി നിരീക്ഷണം. ഇറ്റ് ഈസ് certainly നോട്ട് ലാക്കിംഗ് ഇൻ എക്സൈറ്റ്മെന്റ് ആൻഡ് ത്രിൽസ് ടു. നമ്മൾ സമാധാനപരമായിട്ടുള്ള ഒരു ജോലിയാണെന്ന് പറഞ്ഞാലും അതിലും നിറയെ എക്സൈറ്റ്മെന്റും ത്രിൽസും ഉണ്ട്. വിത്ത് ദ റിച്ച്നെസ് ആൻഡ് വെറൈറ്റി ഓഫ് ബേർഡ് ലൈഫ് ഇൻ ഇന്ത്യ, എക്സൈറ്റിംഗ് ഡിസ്കവറീസ് ക്യാൻ ബി മെയ്ഡ് ബൈ എനി ബേർഡ് വാച്ചർ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉള്ള ഈ രാജ്യത്ത് ഏതൊരു പക്ഷി നിരീക്ഷകനും നമുക്ക് പലതരത്തിലുള്ള ഡിസ്കവറീസ് ചെയ്യാനായിട്ട് പറ്റും, പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ടു ഫൈൻഡ് ദാറ്റ് ബേർഡ് വാച്ചിങ് ആസ് എ ഹോബി ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി ഇൻ പോപ്പുലാരിറ്റി. ഇപ്പോൾ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് തോന്നുന്നത് പക്ഷി നിരീക്ഷണം ഒരു ഹോബിയായിട്ട് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ കൂടുതലായിട്ട് വരികയാണ്. I had grown up only on the traditional accounts of the nesting habits of birds. ഞാൻ കൂടുതലായിട്ട് ട്രഡീഷണൽ ആയിട്ട് പഴയ ആളുകൾ എഴുതിയ നെസ്റ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റിയും അല്ലെങ്കിൽ ബേർഡ്സിന്റെ ഹാബിറ്ററ്റിനെ പറ്റിയൊക്കെയാണ് വായിച്ചിട്ടുള്ളത്. These were interesting enough for a keen bird photographer as I was to want to record on film. ഇപ്പോൾ ഒരു ബേർഡ് ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് ഇത് തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദീസ് വർ ഇൻട്രസ്റ്റിംഗ് ഇനഫ്, ഇത് തന്നെ മതിയായിരുന്നു. കാരണം എനിക്ക് അതെന്താണ് ഫിലിമിൽ റെക്കോർഡ് ചെയ്യാനായിരുന്നു ആഗ്രഹം. But while concealed in a canvas hide perched high upon a step ladder a few yards away from the nests, I noticed some unusual goings on which clearly showed that the bird had not read the textbooks. ക്യാൻവാസ് ഹൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെന്റിൽ ഇരിക്കുന്നതിനെ പറയുന്നത്. അപ്പോൾ ക്യാൻവാസ് ഹൈഡിൽ ടെന്റിൽ ഒരു സ്റ്റെപ്പ് ലാഡറിൽ ഇരുന്ന് അദ്ദേഹം നോക്കുകയാണ്. അപ്പോൾ പേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേർഡ്സ് ഇരിക്കുന്നത് പോലെ ഇരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റെപ്പ് ലാഡറിൽ നിന്നിട്ട് അദ്ദേഹം നോക്കുമ്പോൾ ബേർഡ്സ് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്ര നാളും അദ്ദേഹം ബുക്കുകളിൽ വായിച്ച കാര്യങ്ങളല്ല ബേർഡ്സ് റിയൽ ലൈഫിൽ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ വായിച്ച ബുക്കുകളൊന്നും ആ പക്ഷികൾ വായിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ തിയററ്റിക്കലായിട്ട് ബുക്കുകളിൽ വായിക്കുന്ന കാര്യങ്ങളല്ല റിയൽ ലൈഫിൽ ബേർഡ് വാച്ചിങ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. While the field study of birds is a peaceful occupation, it is not entirely without hazards. പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു ജോലിയാണെങ്കിലും അത് അപകടങ്ങളില്ലാത്തതല്ല. ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ അപകടം എന്നാണ് അർത്ഥം. അപ്പോൾ അത് അപകടമില്ലാത്ത ജോലിയൊന്നുമല്ല. ഇൻ എലിഫന്റ് റിഡൻ ജംഗിൾസ് ഇൻ സൗത്ത് ഇന്ത്യ ഫോർ ഇൻസ്റ്റൻസ്, ഐ ഹാവ് ഫ്രീക്വന്റ്ലി ഫൗണ്ട് മൈസെൽഫ് ഇൻ ഡിസ്റ്റർബിംഗ് സിറ്റുവേഷൻസ്. ഇപ്പോൾ ആനകൾ ഇറങ്ങുന്ന സൗത്ത് ഇന്ത്യൻ ജംഗിൾസിൽ, അതായത് തെക്കേ ഇന്ത്യയിലെ ആനകൾ ഇറങ്ങുന്ന കാടുകളിൽ പലപ്പോഴും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഡിസ്റ്റർബിംഗ് സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. A wild elephant suddenly come upon at close quarters, a situation by no means uncommon in parts of Karnataka and Kerala, can be an unnerving experience.
അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു കാട്ടാന വന്ന എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തേക്ക് കാട്ടാന വന്ന ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാനാവാത്ത, പേടിപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അൺനർവിംഗ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന. ആൻഡ് ഇത് അൺകോമൺ അല്ലാത്ത കാര്യമൊന്നുമല്ല. അതായത് വളരെ കോമൺ ആയിട്ട് കർണാടകയിലും കേരളത്തിലും നടക്കുന്ന കാര്യമാണ് ഈ കാട്ടാനകൾ വരിക എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തെ പേടിപ്പെടുത്തിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻ ഫാക്ട് ദർ ഈസ് ലിറ്റിൽ ഡേഞ്ചർ ഫ്രം എ വൈൽഡ് എലിഫന്റ് അൺലെസ് ഇറ്റ് ഹാപ്പൻസ് ടു ബി എ റോഗ് ഓർ എ ഫീമെയിൽ വിത്ത് എ സ്മോൾ കാഫ്. ഒരു കാട്ടാന നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചർ അല്ല. പക്ഷെ ഒരു റോഗ് എന്ന് പറഞ്ഞാൽ ഒറ്റയാനോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ട്, അതായത് ചെറിയ ആനയെ കൊണ്ട് ഫീമെയിൽ എലിഫന്റോ വരുന്നതാണ് അതിനേക്കാൾ ഡേഞ്ചർ എന്നാണ് ഇവിടെ സലിം അലി പറയുന്നത്. My journey by the romantic Cochin Forest Tramway was in February 1946, shortly before it was dismantled to make way for the gigantic Parambikulam hydroelectric project. കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയിലൂടെയുള്ള എൻ്റെ യാത്ര 1946 ഫെബ്രുവരിയിലായിരുന്നു. അത് പറമ്പിക്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് പൊളിക്കുന്നതിന് മുമ്പായിരുന്നു ആ യാത്ര. ഡിസ്മാൻഡിൽ എന്ന് പറഞ്ഞാൽ പൊളിക്കുക എന്നാണ് അർത്ഥം. The huge dam and reservoir has now completely submerged Parambikulam and all the lovely country around it. അപ്പം അവിടുത്തെ ആ വലിയ ഡാമും റിസർവോയറും ആ പറമ്പിക്കുളത്തെ ആ ചുറ്റുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ കൺട്രി സൈഡിനെ മുഴുവൻ മുക്കി എന്നാണ് പറയുന്നത്. സബ്മേഴ്സ് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ് അർത്ഥം. വി റീച്ച്ഡ് പറമ്പിക്കുളം ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അപ്പൊ ഇരുട്ടായി തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ പറമ്പിക്കുളത്ത് എത്തുന്നത്. In the veranda of the forest bungalow, I found a large group of Khadar Adivasis and in their midst a bare-footed, topless European male in crumpled khaki shorts. അവിടെ ഇരുട്ടാവുമ്പോഴേക്കും അവർ പറമ്പിക്കുളത്ത് എത്തി. ആ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ വരാന്തയിൽ ഒരു ഗ്രൂപ്പ് കാഡർ ആദിവാസികളെയാണ് അദ്ദേഹം കണ്ടത്. ആൻഡ് ഇൻ ദെയർ മിഡ്സ്റ്റ്, അവരുടെ ഇടയിൽ ഒരു ബെയർ ഫൂട്ട് ആയിട്ടുള്ള, അതായത് കാലിലൊന്നും ധരിക്കാത്ത, ടോപ്ലെസ് ആയ, ഷർട്ട് ഇടാത്ത ഒരു യൂറോപ്യൻ പുരുഷനെയും അദ്ദേഹം കണ്ടു. അദ്ദേഹം ആകെ ചുളിഞ്ഞ കാക്കി ഷോർട്സ് ആണ് ധരിച്ചിരിക്കുന്നത്. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ചുളിഞ്ഞ. അപ്പൊ ചുളിഞ്ഞ കാക്കി ഷോർട്സ് ധരിച്ച ഒരു യൂറോപ്യനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. We soon introduced ourselves. He was an Austrian anthropologist, Baron Omer Rolf. ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തി. അദ്ദേഹം ഒരു ഓസ്ട്രിയൻ ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു. ഓസ്ട്രിയയിൽ നിന്നുള്ള നരവംശ ശാസ്ത്രജ്ഞൻ എന്ന് വെച്ചാൽ മനുഷ്യനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെയാണ് നമ്മൾ ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ബാരൻ ഒമർ റോൾഫ് എന്നായിരുന്നു. He claimed ornithology to be his second love and expressed great keenness on accompanying me the next morning. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലവ്, ഈ ആന്ത്രപ്പോളജി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടം ഓർണിത്തോളജിയാണ്, അതായത് പക്ഷിശാസ്ത്രമാണ്. ആൻഡ് പിറ്റേ ദിവസം സലിം അലിയുടെ കൂടെ യാത്രയിൽ ചേരാൻ അദ്ദേഹം ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. കീൻനെസ് എന്ന് പറഞ്ഞാൽ ആകാംക്ഷ എന്നാണ് അർത്ഥം. അപ്പോൾ ഓർണിത്തോളജിയിലും അദ്ദേഹത്തിന് ആകാംക്ഷ ഉണ്ടായിരുന്നു. ലെഡ് ബൈ എ ഫോറസ്റ്റ് ഗാർഡ്, വി വാസ് ടോക്കിംഗ് അലോങ് എ നാരോ ആനിമൽ ട്രെയിൽ ത്രൂ dense tall grassland above 5 feet high, the right kind of habitat for the broad-tailed grass wobbler. അപ്പോൾ അവരൊരു ഫോറസ്റ്റ് ഗാർഡിനെ പിന്തുടരുകയാണ്. സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ പിന്തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. നാരോ ആയിട്ടുള്ള, വളരെ വീതി കുറഞ്ഞ ഒരു വഴിയിലൂടെയാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ രണ്ട് വശത്തും ഡെൻസ് ആയിട്ടുള്ള പുല്ലുണ്ട്. 5 അടിയിലും മുകളിലുള്ള പുല്ലുകൾ നിൽക്കുന്നുണ്ട്. അത് ബ്രോഡ് ടെയിൽ ഗ്രാസ് വോബ്ലർ എന്ന് പറഞ്ഞ പക്ഷിക്ക് പറ്റിയ ഒരു ഹാബിറ്ററ്റ് ആണ്. ആ പക്ഷി വളരുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ പുല്ല് എന്ന് പറയുന്നത്. Upon turning a bend in the path, the forest guard suddenly ducked, excitedly pointing in front. അപ്പോൾ ഒരു ബെൻഡൊക്കെ വളഞ്ഞ് ഒരു വഴിയിലെത്തിയപ്പോൾ ആ ഫോറസ്റ്റ് ഗാർഡ് പെട്ടെന്ന് തന്നെ കുനിയാണ്. ആളവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. I just glimpsed the head of a tusker striding down the same path from the opposite direction. ഞാൻ നോക്കിയപ്പോൾ ഒരു കൊമ്പനാന വലിയ ചുവടുകൾ വെച്ച് എൻ്റെ നേർക്ക് വരികയാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സ്ട്രൈഡ് ചെയ്യാണ്. സ്ട്രൈഡിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ചുവടുകൾ വെച്ച് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ആൻഡ് ടേൺ ടു ഫ്ലീ ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്, motioning to Omer, who was 10 yards behind me, to do likewise. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന അത്രയും സ്പീഡിൽ ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അതിനൊപ്പം തന്നെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് ഒമറിനോടും പറയാണ്. ഒമർ എന്ന് പറഞ്ഞാൽ 10 യാർഡ് അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒമറിനോടും പറയാണ് രക്ഷപ്പെടാനായിട്ട്. ഐ ഹാവ് നോട്ട് സീൻ എനി വൺ റിയാക്ട് മോർ ക്വിക്ലി. അപ്പോൾ ഇത്രയും പെട്ടെന്ന് സ്പീഡിൽ റിയാക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഹി സ്പൺ റൗണ്ട് വിത്ത് ദ എജിലിറ്റി ഓഫ് എ കാറ്റ് ആൻഡ് സ്പ്രിന്റഡ് ആസ് ഫാസ്റ്റ് ആസ് ഹിസ് ലെഗ്സ് കുഡ് ക്യാരി ഹിം, ലുക്കിംഗ് neither to right nor left. ഒരു പൂച്ചയുടെ അത്രയും ചടുലതയോടെ അത്രയും സ്പീഡിൽ ആൾ ഓടുകയാണ്. ആളുടെ നീളമുള്ള കാലുകൾ എത്രയും ദൂരം എത്തിക്കാൻ പറ്റും അത്രയും ദൂരം ലെഫ്റ്റ് ഓർ റൈറ്റ്, ഇടം വലം നോക്കാതെ ആൾ ഓടുകയാണ്. He soon outdistanced me by 100 yards and it looked as if he would never stop running. പിന്നെ അദ്ദേഹം ഒരു 100 യാർഡ് എന്നേക്കാളും അപ്പുറത്തേക്ക് പോയി. എന്നെയും മുന്നേറി ആൾ 100 യാർഡ് പോവാണ്. ആൾ ഒരിക്കലും ഈ ഓട്ടം നിർത്തില്ല എന്ന് വരെ എനിക്ക് തോന്നി. He did so finally another 100 yards further. വീണ്ടും ഒരു 100 യാർഡ് വീണ്ടും അതുപോലെ തന്നെ ഓടുകയാണ്. And it was only when I got up to him, hot and panting, that he breathlessly whispered, "What was it?"
അങ്ങനെ അവസാനം ഓടി ഓടി ഞാൻ ആളുടെ അടുത്ത് എത്തി കിതച്ച് ചൂടിൽ വിയർത്ത് നിൽക്കുമ്പോഴാണ് ആളിനോട് ചോദിക്കുന്നത് അത് എന്തായിരുന്നു എന്ന്. അപ്പോൾ കാര്യം അറിയാതെയാണ് ഇത്ര നേരം ആൾ ഓടിക്കൊണ്ടിരുന്നത്. It was an amusing incident of which I am always reminded whenever I see a wild tusker looking at me. അപ്പോൾ എപ്പോഴൊക്കെ ഒരു കാട്ടാന എന്നെ നോക്കുകയാണെങ്കിലും ഈ കാര്യമാണ് എനിക്ക് ഓർമ്മ വരിക. അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. In this case, the poor elephant had perhaps never noticed our presence. ഈ കേസിൽ ആ പാവം കാട്ടാന് ഞങ്ങളുടെ ആ സമീപം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ആള് ഞങ്ങളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. He veered away into the grass before reaching the bend and was not seen again. അപ്പോൾ ആ വളവ് എത്തുന്നതിന് മുമ്പ് ആള് ആ കാട്ടിലേക്ക് ഗതി മാറിപ്പോയി, ഞങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ ഒരിക്കലും കണ്ടുമില്ല. Ornithology may sometime entail hazards of a different kind. പക്ഷി നിരീക്ഷണത്തിൽ ഇതുപോലെ പലതരത്തിലുള്ള അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. I recall one particularly hair-raising incident along the Himalayan trail from Almora to Lipu Lake Pass on my way to Lake Mansarovar and Mount Kailas in 1945. ഇതുപോലെ രോമാഞ്ചം തരുന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ആൾ ഓർക്കുകയാണ്. ഏതാണത്? ഹിമാലയൻ ട്രയലിൽ അൽമോറയിൽ നിന്ന് ലിപ്പു ലേക്ക് പാസിലേക്കുള്ള വഴിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. ആള് മാനസരോവറിലേക്കും മൗണ്ട് കൈലാസിലേക്കും 1945 പോകുമ്പോഴായിരുന്നു ഈ സംഭവം. It was at a particularly narrow part of the trail with 1,000 feet of vertical scarp on one side and the roaring Kali River some 300 feet vertically down the other. അപ്പോൾ ഇത് വളരെ വീതി കുറഞ്ഞൊരു വഴിയാണ്. ഒരു വശത്ത് 100 അടി താഴ്ചയിൽ ഒരു കുത്തനെയുള്ള ഇറക്കാണ്. സ്കാർപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുത്തനെയുള്ള ഇറക്കാണ്. അപ്പോൾ 100 അടി അവിടെ താഴ്ചയുണ്ട്. ആൻഡ് അതർ സൈഡിൽ റോറിംഗ് കാളി റിവറാണ്, അത്രയും നിറഞ്ഞു നിൽക്കുന്ന കാളി റിവറാണ്. 300 ഫീറ്റ് താഴെയാണ് അത്. 300 അടിയാണ് ആ സൈഡിൽ വരുന്നത്. The porters pitched the tent there, though I had walked ahead of them. ചുമട്ട് തൊഴിലാളികൾ അവിടെയാണ് ടെന്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരെക്കാളും മുമ്പിൽ നടക്കുകയായിരുന്നു. Just at that moment, a tiny bird, how well I remember that yellow-naped Yuhina, got up to the top of a bush some yards away the flanking hillside. അപ്പോൾ ഞാൻ അവരെക്കാളും മുമ്പ് നടക്കുമ്പോഴാണ് ഈ ടൈനി യെല്ലോ ബേർഡിനെ കണ്ടത്. അതിൻ്റെ പേരെന്താണ്? യെല്ലോ നേപ്ഡ് യുഹിന. അത് തൊട്ടടുത്തുള്ള അരികിലുള്ള മലമുകളിൻ്റെ അടുത്തുള്ള ബുഷിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. Just as I got it in the field of my glasses, it hopped a bit further up. എൻ്റെ ഗ്ലാസിന്റെ പരിധിയിൽ അത് വന്നപ്പോൾ വീണ്ടും അത് കുറച്ചുകൂടി മുകളിലേക്ക് പോയി. So to get a better view, I took a step back with the glasses still glued to my eyes, entirely unmindful of where I was standing with my back to the abyss. അപ്പം അതിനൊന്നുകൂടി നല്ല വൃത്തിയിൽ കാണാനായിട്ട് ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി പിന്നിലേക്ക് പോയി. പക്ഷെ ഗ്ലാസ് അപ്പോഴും എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. അൺമൈൻഡ്ഫുൾ ആയിരുന്നു, അശ്രദ്ധയോടുകൂടി എന്താണ് അവിടെ നടക്കുന്നത്, എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കാതെ പിന്നിലേക്ക് പോയി. As I did so, I felt a small pebble slip from under my heel and heard a faint continuing clatter as it went rolling down the hill. പക്ഷെ അപ്പം അങ്ങനെ പിന്നിലേക്ക് പോകുമ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു കല്ല് ഉരുണ്ട് താഴേക്ക് വീഴുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. അത് ഹില്ലിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടുള്ള ആ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു. Still unmindful of anything untoward, I casually looked back over my shoulder. അപകടമൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. What I saw literally made my hair stand on the end. അപ്പോൾ കണ്ട കാഴ്ച എന്നെ അത്രയും ഷോക്കാക്കുന്നതായിരുന്നു. മുടി വരെ എഴുന്നേറ്റ് നിൽക്കുന്ന അത്രയും ഷോക്കാക്കുന്ന ഒരു സീനാണ് ഞാൻ അവിടെ കണ്ടത്. In a flash, I realized that I was on the very edge of beyond 2 inches more and I would have followed that rollicking pebble. ഞാൻ തിരിച്ചറിയാണ് ഷോക്കിൽ. ഞാൻ 2 ഇഞ്ച് കൂടി നീങ്ങിയിരുന്നെങ്കിൽ ആ ഉരുണ്ടുപോയ കല്ലിനെ ഞാനും ഫോളോ ചെയ്ത് താഴെ വീണേനെ. അത്രയും ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. I have found it very pleasant to be chasing birds in pleasant places. വളരെ സന്തോഷമുള്ള സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ പക്ഷി നിരീക്ഷണം ചെയ്യാന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. I have watched birds through half a century and more, chiefly for the pleasure and elation they have afforded. ഞാൻ ഒരു സെഞ്ചുറിയിൽ പകുതി, അതായത് 50 വർഷത്തിലേറെയായിട്ട് പക്ഷി നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മെയിൻലി ഞാനത് ചെയ്യുന്നത് പൈസയ്ക്കോ അല്ലെങ്കിൽ ഒരു റിവാർഡിനോ വേണ്ടിയല്ല, പക്ഷെ അത് എനിക്ക് തരുന്ന പ്ലഷർ, സന്തോഷത്തിനും ആഹ്ലാദത്തിനും വേണ്ടിയാണ്. ഇലേഷൻ എന്ന് പറഞ്ഞാൽ ആഹ്ലാദം എന്നാണ് അർത്ഥം. അപ്പം അത് എനിക്ക് തരുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും വേണ്ടിയാണ് ഞാൻ മെയിൻലി പക്ഷി നിരീക്ഷണം ചെയ്യുന്നത്. A form of escapism maybe, but one that hardly needs justification. അപ്പോൾ അതൊരു തരത്തിലുള്ള ഒരു എസ്കേപ്പിസാണ്. എസ്കേപ്പിസം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടാണ്. ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ആവശ്യമില്ല. അപ്പം എനിക്ക് ഇത്രയും പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പക്ഷി നിരീക്ഷണം ചെയ്യുന്നു, അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആവശ്യമില്ലാത്ത ഇത്രയും സന്തോഷത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പക്ഷി നിരീക്ഷണം എന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സലിം അലിയുടെ എക്സ്പീരിയൻസ് അവസാനിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ നിന്നോ അല്ലെങ്കിൽ പോയിംസിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഓർണിത്തോളജി എന്നുള്ള പക്ഷി നിരീക്ഷണം എന്നുള്ളൊരു ശാഖയെ പറ്റിയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.